welcome back to my YouTube channel. So title കണ്ട പോലെ ഇതൊരു വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ആണ്. ഞാൻ അവസാനം വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്തത് ഐ തിങ്ക് ഒരു 3 years മുന്നേ എന്തോ ആണ്, യൂട്യൂബ് തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ആക്റ്റീവ് ആയതുകൊണ്ട് ഐ വാസ് തിങ്കിങ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എന്തിടാന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു പുതിയ വാട്ട്സ് ഇൻ മൈ ബാഗ് എഡിഷൻ ചെയ്താലോ. കാരണം അന്ന് ഞാനൊരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചുകൂടെയൊക്കെ വളർന്ന് ഒരു മുതിർന്ന സ്ത്രീയായ സ്ഥിതിക്ക് മേ ബി എൻ്റെ ബാഗിലെ സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവാം. ഞാൻ ആ വീഡിയോ ഫുള്ളൊന്നും കണ്ടില്ല, കാരണം കണ്ടാൽ ചിലപ്പോൾ കുറേയൊക്കെ സെയിമാണ് ചെയ്യേണ്ടെന്ന് തോന്നിയാലോ. അവിടെ ഞാൻ കണ്ടില്ല. എൻ്റെ തന്നെ മനസ്സ് പറഞ്ഞു കുറേയൊക്കെ കാര്യങ്ങൾ മാറി കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അല്ലേ. സോ അബൌട്ട് ദിസ് ബാഗ്, എനിക്ക് കുറച്ചുകൂടെ ഒരു ഗെറ്റപ്പ് ഉള്ള LVയുടെ ബാഗൊക്കെ ഉണ്ട്. പക്ഷേ ഞാനൊരു ഈ ബാഗാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് വിക്ടോറിയ സീക്രട്ട് ഫ്രീ കിട്ടിയ ഒരു ബാഗാണ്. എനിക്കൊന്ന് മലേഷ്യയിലെ വിക്ടോറിയ സീക്രട്ടിൽ പോയപ്പം കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്കും അമ്മൂനും ഹൻസുനും 3 പേർക്കും ഫ്രീ ഒരു സാധനം കിട്ടും. ഒന്നെങ്കിൽ ദിസ് ഹാൻഡ് ബാഗ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു മേക്കപ്പ് പൗച്ച് പോലത്തെ ഒരു സാധനം. അമ്മും ഹൻസും ആ മേക്കപ്പ് പൗച്ച് ആയിട്ട് ഐ ഡോണ്ട് നോ വൈ ഇതൊരു കിള്ളും ബാഗാണ്, ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ ഇതാണ് എടുത്തത്. അപ്പൊ ഹൻസു കൺഫ്യൂസ് ആയിരുന്നു ഏതെടുക്കണം. അമ്മുവാണ് പറഞ്ഞ മേക്കപ്പ് പൗച്ച് എടുക്കുക, അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് ഞാൻ ഇത് 1 day യൂസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഹൻസും കൂടെ അത് എടുത്താൽ മതിയായിരുന്നു. കാരണം നല്ല ബാഗാണ്, ലൈക്ക് ഇറ്റ്സ് വെരി സ്പേഷ്യസ്. സിബില്ല, ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പേസ്. അതിന്റെ പുറം ഈ കളറാണെങ്കിലും അതും ലൈറ്റ് പിങ്ക്. അപ്പൊ ഭയങ്കര ബ്രൈറ്റാ, എന്തിട്ടാലും നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. എനിവേസ്, അപ്പോൾ ഞാൻ അത്രയും ഗെറ്റപ്പുള്ള ബാഗ് ഉണ്ടായിട്ടും ഇത് എടുക്കാൻ കാരണം ഞാൻ ഇതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കൂടുതൽ സാധനങ്ങൾ ഇതിനകത്താണ് നമുക്ക് ഫിറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് തന്നെ മൊബൈൽ ഫോൺ. ഞാനന്ന് ഈ ഫോണിലായിരുന്നു ആക്ച്വലി ഷൂട്ട് ചെയ്യാനിരുന്നത്. പക്ഷേ മൈക്ക് ഒരു പണി തന്നു, അങ്ങനെ അമ്മയുടെ ഫോണാണ് വെച്ചത്. എനിവേസ്, അപ്പോൾ എനിക്ക് എൻ്റെ ഫാൻസി ഫോൺ കാണിക്കാൻ പറ്റി. ഫോണല്ല, ഫോൺ കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാ, പിന്നെ വാട്ടർ ബോട്ടിൽ. ഇതേ കുഞ്ഞു ബോട്ടിലാണോ എന്ന് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലും കാണിച്ചത്. വർഷങ്ങളായിട്ടുള്ള ടപ്പർ വെയർ ബോട്ടിലാണ്. ഭയങ്കര ഹാൻഡിയാണ്, കുഞ്ഞാണ്, സ്ലിം ആണ്. ഈവൻ കുഞ്ഞു ബാഗിനൊക്കെ ക്ലച്ചല്ല സ്ലിംഗ് ബാഗിനകത്തൊക്കെ ഫിറ്റ് ആവാറുണ്ട്. ദെൻ മൈ അലർജി ടാബ്ലറ്റ് സെട്രിസിൻ എനിക്കിപ്പോഴും ആർട്ടിക്കേരിയുണ്ട്. പക്ഷേ എനിക്ക് പണ്ട് വരുന്ന അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ആർട്ടിക്കേരിയ വരാറില്ല. പണ്ട് എനിക്ക് എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് വരുമായിരുന്നു. ഇപ്പം ഐ തിങ്ക് ഒരു 3 days ഒക്കെ കൂടുമ്പോഴാണ് വരുന്നത്. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും വെച്ചേക്കും, കാരണം എപ്പോൾ വരും എന്ന് പറയാൻ പറ്റത്തില്ല. ഇതില്ലാതെ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സീറമാണ്. ഇറ്റ്സ് സോ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ക്യാരി ദാറ്റ് ഞാൻ എൻ്റെ ബാഗിൽ ഇത് എപ്പോഴും ഇട്ടേക്കും. ഇറ്റ്സ് ദ ലോറിയൽ പാരിസ് ഹൈലൂറോണിക് ആസിഡ് സീറം. ഞാൻ ഈ സീറം ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആക്ച്വലി കുറേ കാലമായി. ഇറ്റ് ഹാസ് ഓൾവേസ് കെപ്റ്റ് മൈ സ്കിൻ ഫീലിംഗ് സോ ഹൈഡ്രേറ്റഡ്. ഇറ്റ് ഓൾസോ മേക്സ് മൈ സ്കിൻ ലുക്ക് സോ ഡ്യൂവി ആൻഡ് ഫീൽ സോ ഹെൽത്തി. ഞാൻ ആക്ച്വലി ഇത്രയും കാലം യൂസ് ചെയ്ത ബോട്ടിൽ ഇന്നലെ തീർന്നതേ ഉള്ളൂ. ആൻഡ് ഐ ജസ്റ്റ് ബോട്ട് ദിസ് ബോട്ടിൽ യെസ്റ്റർഡേ. സോ ഈ സീറം ഞാൻ എപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്താലും ഐ ടോപ്പ് ഇറ്റ് ഓഫ് വിത്ത് ദിസ് മോയ്സ്ചറൈസർ. ദിസ് ഇസ് എ വാട്ടർ ക്രീം ആൻഡ് ഇറ്റ്സ് ബീൻ എ ന്യൂ അഡീഷൻ ടു മൈ സ്കിൻ കെയർ റുട്ടീൻ. സോ ഞാൻ ഇതിന് മുന്നേ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസേഴ്സും ക്രീംസും കുറച്ചുകൂടെ heavier red, but this is super lightweight and it's a game changer. I absolutely love this water cream. So ee cream ende skin type nu perfect aanu. I have oily skin and this water cream is so lightweight and non-sticky that you feel like you have applied nothing on your face. It applies ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ലൈക്ക് മറന്നു പോകുമോ ഇത് തേച്ചായിരുന്നുള്ളൂ. പക്ഷേ you also get that hydration and plumpiness. It's the L'Oreal Paris Revitalift Hyaluronic Acid Plumping Cream Day. This water cream is packed with hyaluronic acid and ceramides that strengthen skin barrier. ഇതിലുള്ള hyaluronic acid provides hydration and visibly plump skin. Also, it helps in penetrating deep inside the skin to repair the skin from within, whereas ceramides help in repairing the skin from the outside, protecting it from environmental damage, moisture retention and protection. It gives visibly well hydrated skin. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് സ്വൈപ്പ്, ഹൈഡ്രേറ്റ് ആൻഡ് പ്ലംപ്. The moisturizer has a water-like texture and glides smoothly into my skin. It's super lightweight and easy to absorb. I'm currently obsessed with this product. So, ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. There are some exciting offers going on the L'Oreal Paris Hyaluronic Acid range now. So, don't miss it. പിന്നെ സൺഗ്ലാസ്.
സോ ഈ സർജറി ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കൂടുതൽ പ്രോംപ്റ്റ് ആയിട്ട് ഇത് എടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് 3 months ആവാറായി. സെപ്റ്റംബർ 8 ആകുമ്പോൾ 3 months ആവും. ബ്രൈറ്റ് ലൈറ്റിലേക്ക് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും കുറഞ്ഞു വരുന്നേ ഉള്ളൂ. ഇപ്പം ആക്ച്വലി മച്ച് ബെറ്റർ ആയി. എനിക്ക് ഈ റിംഗ് ലൈറ്റിലൊക്കെ നല്ലപോലെ നോക്കാം. കുറച്ചുകൂടെ നാൾ മുന്നേ എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ഞാൻ സർജറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടെടുത്ത് അത് തന്നെ എടുക്കാം. Another most important thing at this moment, എൻ്റെ ഐ ഡ്രോപ്സ്. ഇതിപ്പോൾ എനിക്ക് ടിൽ ഡിസംബർ ഐ വിൽ ഹാവ് ടു യൂസ് ദിസ് 6 times a day. ഇഷ്ടമുള്ള ഒരു ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് 6 times a day ഉപയോഗിക്കണം. അല്ലെങ്കിൽ എപ്പോൾ കണ്ണ് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിയാലും ഇത് യൂസ് ചെയ്യണം. ഇപ്പോൾ യൂസ് ചെയ്യാൻ എൻ്റെ കണ്ണ് കുറച്ച് ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് ഇത് കണ്ണിൻ്റെ നടുക്ക് തന്നെ വീണാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഐ മേക്കപ്പ് ഒക്കെ ഇട്ടേക്കാണെങ്കിൽ പൊടിക്കൊന്ന് ലീക്കാവും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. Then I have my wallet. ഒറിജിനൽ LVയുടെ ആണ്. അതെ, പാരീസിൽ പോയി വാങ്ങിച്ചാണ്. എൻ്റെ ഒരു പ്രൈസ്ഡ് പൊസഷൻ ആണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഡൂപ്പായിരുന്നു കുറച്ചു കാലം മുന്നേ യൂസ് ചെയ്തത്. എന്നുവെച്ചാൽ അമ്മ എവിടെ പോയപ്പോൾ വാങ്ങിച്ചത്. ഇതുപോലെ ഇരിക്കും, പക്ഷേ ഡൂപ്പായിരുന്നു. അന്ന് മുതൽ എൻ്റെ ആഗ്രഹമാണ് എന്തെങ്കിലും പറ്റിയ ഒറിജിനൽ വാങ്ങണം. അപ്പോൾ ഒറിജിനൽ ഷോപ്പിൽ പോയപ്പോൾ ഡെഫിനറ്റ്ലി ഇന്ത്യക്കാരിലും വില കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ചു, ഞാൻ വാങ്ങിച്ചു. പക്ഷേ ഇതിനകത്ത് ഒരു 10 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ ക്യാഷ് ഇത്ര യൂസ് ചെയ്യാറില്ല, കാർഡാണ്. കാർഡുമല്ല, ആക്ച്വലി UPI ആണ് ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത്. പിന്നെ ടിഷ്യൂ പേപ്പർ. എനിക്ക് ഓരോ ചെറിയ കാര്യത്തിലും ടിഷ്യൂ പേപ്പർ എപ്പോഴും ആവശ്യമുണ്ട്. പിന്നെ കാറിൽ ടിഷ്യൂ ഉണ്ടാണ്. ഞാൻ ബാഗിൽ ടിഷ്യൂ കൂടുതൽ യൂസ് ചെയ്യാറില്ല കാറിൽ ആയിരിക്കുന്ന സമയത്ത്. പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ടിഷ്യൂ അത്യാവശ്യമാണ്. പിന്നെ പാൻറ്റി ലൈനർ, ഇതും എനിക്ക് എപ്പോഴും ആവശ്യം വരും. പിന്നെ മൈ എയർപോർട്ട്, എൻ്റെ പിങ്ക് എയർപോർട്ട് കേസ്. ഇതും വാങ്ങിച്ചിട്ട് ഞാൻ എയർപോർട്ട് വാങ്ങിച്ച സമയം തന്നെ ഇത് വാങ്ങിച്ചത് 2022 ജാനിലാണ് എനിക്ക് ഈ എയർപോർട്ട് കിട്ടിയത്. 2.5 years ആയി. അപ്പം തൊട്ട് എനിക്ക് ഈ കവറുണ്ട്. ഒരു ഡാമേജും പറ്റിയിട്ടില്ല കവറിന്, പുത്തനായിട്ടായിരിക്കുന്നത്. പിന്നെ സാനിറ്റൈസർ. ഇത് കോവിഡ് സമയത്ത് നമ്മളൊരു പ്രാക്ടീസ് ആയിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. എന്നാലും പെട്ടെന്ന് ഇരിക്കുന്ന ഇരിപ്പിന് കൈ യൂസ് ചെയ്തുപോലെ ഫുഡ് വല്ലതും കഴിക്കണമെങ്കിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഇപ്പം അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യാറില്ല. പിന്നെ ക്ലിപ്പ്, മുടി ക്ലിപ്പ് ചെയ്ത് വെക്കാൻ. റബ്ബർ ബാൻഡ്. ഞാനാണ് വീട്ടിൽ വല്ലപ്പോഴും നല്ല ക്വാളിറ്റി റബ്ബർ ബാൻഡ് വാങ്ങുന്നത്. ഇപ്പോൾ എനിക്കത് ഒളിപ്പിച്ച് വെക്കേണ്ട അവസ്ഥ. കാരണം എവിടെ പുറത്ത് വെച്ചാലും അത് കാണത്തില്ല, ആരെങ്കിലും എടുക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കബേർഡിൽ എൻ്റെ കുറേ തുണി ഇങ്ങനെ പൊക്കി അതിൻ്റെ അകത്താണ് ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ എല്ലാ റബ്ബർ ബാൻഡ്സും. സോ ദാറ്റ് nobody can rob it. പിന്നെ മലേഷ്യയിൽ പോയപ്പോൾ ഏതൊരു കടയിൽ നിന്ന് വാങ്ങിയൊരു ചുവീങ്കമാണ്. ഞാൻ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല, വെറുതെ കണ്ടപ്പോൾ വാങ്ങിച്ചത്. പക്ഷെ പിന്നെ ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെച്ചേക്ക്. 2 കൂടി ബാക്കിയുള്ളൂ. ഇതൊരു കുഞ്ഞ് ഫാനാണ്. എവിടെയോ പോയപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഇത് മറ്റ് ഐഫോണിൻ്റെ ടൈപ്പ് സംഭവമാണ്. എന്താ പറയുന്നത് മനസ്സിലായല്ലോ. എനിവേസ് ഇപ്പോൾ iPhone 15 തൊട്ട് C ടൈപ്പ് ആണ്. അതുകൊണ്ട് ഇതിപ്പം എൻ്റെ പുതിയ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പഴയ ഫോണിൽ യൂസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ചാർജ് ചെയ്യുന്ന സ്പോട്ടിൽ ഇത് കണക്ട് ചെയ്താൽ ദ ഫാൻ സ്റ്റാർട്ട്സ് വർക്കിംഗ്. ഞാൻ IFFK ഇത് കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആൾക്കാരൊക്കെ നോക്കി എന്താ സാധനം. ഞാൻ ഇങ്ങനെ വലിയ കാറ്റ് കിട്ടില്ല, എന്നാലും അത്യാവശ്യം നമ്മൾ ചൂടെടുത്ത് വലിച്ചു നിൽക്കുമ്പോൾ ഒരു ചെറിയ ആശ്വാസമാണ്. ഐ തിങ്ക് ഇത് അമ്മുവിൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിൽ അമ്മു കാണിച്ചിട്ടുണ്ട്. അടുത്തത് is a small spray perfume. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്മെല്ലല്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ. ഈ സൈസിൽ വേറെ ഒരെണ്ണം ഇപ്പോൾ കാണുന്നില്ല. നല്ലൊരെണ്ണം വാങ്ങണം. കുറേ നാളായിട്ട് എൻ്റെ ഉണ്ട് ഉള്ളതാണ്. വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു ബോംഷെൽ. പിന്നെ ഒരു അധികം ആരും വെക്കാത്ത ബട്ട് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്ലാസ്റ്റർ. സോ ഞാനിത്
എപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, അത് എനിക്കല്ല ആവശ്യം വന്നിട്ടുള്ളത്, എൻ്റെ കൂടെ ഉള്ള ആർക്കെങ്കിലും. എനിക്ക് ഐ തിങ്ക് എപ്പോഴും ഹൻസുവിനൊക്കെ ആവശ്യം വന്നിട്ടുണ്ട്, അതുപോലെ പല പ്രാവശ്യം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം എനിക്കൊരു ഭയങ്കര ഞാൻ ആരോ ആണെന്നുള്ളൊരു ഫീലിംഗ് കിട്ടി. എന്തായാലും ഒരു പ്ലാസ്റ്റർ 1-2 എണ്ണം കരുതിയിരിക്കുന്നത് നല്ലതാണ്. യെസ്. Then I have my lip balm and lipstick. ആൻഡ് ഇതാണ്, ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിനകത്ത് ഞാൻ സാധാരണ സ്ഥലങ്ങളിൽ എപ്പോഴും കൊണ്ടുപോകാറുള്ളത്. സോ പണ്ട് ഞാൻ എപ്പോഴും കുട ക്യാരി ചെയ്യുമായിരുന്നു ബിഫോർ ഐ സ്റ്റാർട്ട് ഡ്രൈവിംഗ്. പക്ഷേ ഡ്രൈവിംഗ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ എപ്പോഴും കാർ എടുത്തായിരിക്കും ഞാൻ അവിടെ എവിടെയും പോകുന്നത്. കുടയുടെ ആവശ്യം വരാറില്ല. കാറിലൊരു വലിയ കുടയുണ്ട്, മഴ പെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട്. അത് കുട ഇപ്പം ഞാൻ അങ്ങനെ പണ്ട് കോളേജിൽ പോകുന്ന സമയം യൂസ് ചെയ്യുന്ന പോലെ ഒന്നും യൂസ് ചെയ്യാറില്ല. സോ യാ, ദാറ്റ് വാസ് മൈ ഷോർട്ട് വീഡിയോ ഓഫ് വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇനി എൻ്റെ പഴയ വീഡിയോ ഒന്ന് പോയി നോക്കണം എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഏറെക്കുറെ സെയിം ആയിരിക്കണം. എൻ്റെ ഫാൻസി ഫാൻ വന്നിട്ടുണ്ട്, പിന്നെ 1-2 ഐ ഡ്രോപ്സും കാര്യങ്ങളൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ ഐ എം ഷുവർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുമായിരിക്കാം. ഓസിയുടെ വെഡിങ്ങും ഡ്രസ് ട്രയലും ജ്വല്ലറി പർച്ചേസിംഗും ഒക്കെ ഉണ്ട്. സോ യാ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് എന്തായാലും വരും യുവർ വേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you all in my next vlog. Bye.